ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുടന്തന് സൗഖ്യം നൽകി. ആ മുടന്തൻ ദേവാലയത്തിൽ പ്രവേശിച്ച് നടക്കുകയും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനം കണ്ടു. അത് കണ്ട ആളുകൾ പറഞ്ഞത് 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്: ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അന്ന് അവിടെ നടന്നത്. 40ഓളം വർഷം ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തൻ ഇപ്പോൾ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അത്ഭുതം നടക്കുവാൻ കാരണമായ 2 ഗലീലക്കാരായ പുരുഷന്മാർ അവിടെ നിൽക്കുന്നു. അവരുടെ അടുക്കലേക്ക് ജനം ഓടിക്കൂടി. അത് കണ്ടപ്പോൾ പത്രോസിൻ്റെ പ്രതികരണം ആണ് 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവമാണ് ഈ മുടന്തന് സൗഖ്യം കൊടുത്തത്, ഞങ്ങളല്ല എന്ന് പത്രോസ് ആദ്യം തന്നെ പറയുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇതിൽ ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുവാൻ കഴിയുകയില്ല. അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഇവിടെ അത്ഭുതം നടത്തിയത് ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ അത്ഭുതം ഇവിടെ ചെയ്തത്? നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പത്രോസും യോഹന്നാനും പതിവായി അവിടെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അവരെ കാണാനോ അവരുടെ വാക്കുകൾ കേൾക്കാനോ ആൾ കൂടിയില്ല. എന്നാൽ ഈ ദിവസം, ഈ സൗഖ്യമുണ്ടായ ദിവസം, പത്രോസും യോഹന്നാനും അവർ VIPs ആയി മാറി. ഇവരെ കാണാൻ, ഇവരെങ്ങനെയാണ് ഈ അതിശയം ചെയ്തതെന്ന് അറിയുവാൻ ആളുകൾ ഓടിക്കൂടി. ഇത് ദൈവം ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അഭൗമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അത്ഭുതം ദൈവം ചെയ്തത് ആളുകളോട് സുവിശേഷം പറയുവാനുള്ള ഒരു അവസരമുണ്ടാക്കുവാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അത്ഭുതങ്ങൾ നടന്നു. മാനുഷികമായ ഒന്നുമല്ല, അത്ഭുതകരമായ ദൈവികമായ കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നത്. അത് കണ്ട ആളുകൾ ഓടിക്കൂടി അവരോട് സുവിശേഷം പറഞ്ഞു. ഇവിടെ പത്രോസും യോഹന്നാനും പതിവായി പ്രാർത്ഥിക്കാൻ പോകുന്ന പോലെ അവർ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഒരു അത്ഭുതം നടന്നു. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം ചെയ്തപ്പോൾ ദൈവം അവർക്ക് സുവിശേഷം പറയുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇനി ഇവർ സുവിശേഷ സന്ദേശം പങ്കുവച്ചപ്പോൾ അതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരോടൊപ്പം ഈ മുടന്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ മുടന്തനല്ല, 2 കാലും സൗഖ്യമുള്ള, ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. അവൻ മുടന്തനായിരുന്നുവെന്ന് അവിടെ വന്നിരുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ സുവിശേഷ സന്ദേശത്തിൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നത് മാറ്റമുണ്ടായ ഒരു ജീവിതമാണ്. ഇന്ന് അനേക സുവിശേഷ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള, രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള ഒരു ജീവിതത്തെ കാണിച്ചു കൊടുക്കാനില്ല.
പലപ്പോഴും പ്രസംഗിക്കുന്നവർക്ക് പോലും അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ട് എന്ന് ആളുകളോട് പറയുവാനോ കാണിച്ചു കൊടുക്കാനോ സാധിക്കുന്നില്ല. രൂപാന്തരമില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും സുവിശേഷ സന്ദേശത്തിന് ഗുണം ചെയ്യുകയില്ല. എന്നാൽ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾ സുവിശേഷ സന്ദേശത്തിന്, അതിൻ്റെ വിശ്വാസ്യതയ്ക്ക് അത്യാവശ്യമാണ്. ഇവിടെ രൂപാന്തരം പ്രാപിച്ച ഈ മുടന്തൻ അവരോട് കൂടെ നിൽക്കുന്നു. പിന്നെ പത്രോസും യോഹന്നാനും ഒരിക്കലും ആളുകളുടെ ശ്രദ്ധ അവരുടെ നേരെ തിരിച്ചില്ല. മറിച്ച് അവർ ഉടൻ തന്നെ പറഞ്ഞു, ഇത് നസ്രായനായ യേശുവിൻ്റെ പ്രവൃത്തിയാണ്. സ്വന്തം പേരും പെരുമയും അല്ല അവർ ഉദ്ദേശിച്ചത്, ദൈവത്തിന് അവർ മഹത്വം കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ അല്ല ഇവനെ സൗഖ്യമാക്കിയത്. 13-ാം വാക്യത്തിൽ പത്രോസ് പറയുന്ന കാര്യം, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവിടെ താൻ പറയുന്നത് യഹൂദന്മാരായ ആളുകളോടാണ്. യഹൂദന്മാർക്ക് അവരുടെ പിതാക്കന്മാരെക്കുറിച്ച്, അതായത് അബ്രഹാമിനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും പറയുന്നത് അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ പത്രോസ് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. അപ്പോൾ നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും ഒരു ദൈവമാണ്. അപ്പോൾ പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യത്തിൽ നിന്നാണ് താൻ തുടങ്ങുന്നത്. പിന്നെ താൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്, യേശു ദൈവത്തിൻ്റെ ദാസനാണ്. ഈ കാര്യം ആളുകൾ അംഗീകരിക്കും. കാരണം യേശുവിനെ ക്രൂശിച്ചു കൊന്നത് ശരിയായില്ല എന്ന് ഇന്ന് യെരുശലേമിൽ താമസിക്കുന്ന മിക്ക യഹൂദന്മാർക്കും അറിയാം. യേശു നന്മ മാത്രം ചെയ്തവനാണ് എന്നും അവർക്കറിയാം. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പ്രവാചകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാണ് എന്ന കാര്യം അവർ അംഗീകരിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ അതെങ്ങനെയാണ് മഹത്വപ്പെടുത്തിയത് എന്ന് ആണ് താൻ പിന്നീട് വിവരിക്കുന്നത്. തൻ്റെ ആ വിവരണത്തിൽ നിങ്ങൾ എന്ന് പത്രോസ് ആ ആളുകളെ വിളിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ അവിടെ അനേക യഹൂദന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുന്ന യഹൂദന്മാർ ആ നാട്ടുകാരാണ്. ഒരുപക്ഷെ ചിലരൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം, പക്ഷെ അവരും ഇസ്രായേലിൽ തന്നെ താമസിക്കുന്നവരായിരുന്നു. നാട്ടുകാരായ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളോടാണ് പത്രോസ് സംസാരിക്കുന്നത്. അവരോട് പത്രോസ് പറയുന്നു, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങൾ തള്ളിപ്പറയുകയും. നിങ്ങൾ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ് 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും കാണുന്നു. 14-ാം വാക്യത്തിൽ പറഞ്ഞു, ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റ് ഇതാണ് എന്ന് പത്രോസ് അവരോട് മുഖത്ത് നോക്കി പറയുകയാണ്. ഇവർ 2-ാം അധ്യായത്തിൽ നിന്നും വ്യത്യസ്തരായ യഹൂദന്മാരാണ്. ഇവർ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യെരുശലേമിൽ ഉണ്ടായിരുന്നവരാണ്. അതിൽ അവർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. നിങ്ങൾ കൊന്നവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. ഒരാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് കേട്ടാൽ തന്നെ ആളുകൾ ഭയപ്പെടും. എന്നാൽ ഞാൻ ഉപദ്രവിച്ച ഒരാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ആ ഭയം 10 മടങ്ങ് വർദ്ധിക്കും. അപ്പോൾ ഇവർക്ക് ഒരു ഭയമുണ്ടായി. ആ ഭയമുണ്ടായത് നിങ്ങൾ തള്ളിക്കളഞ്ഞ് യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. ഭയം മാത്രമല്ല, അവർക്ക് കുറ്റബോധവും ഉണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന സത്യം ഏതാനും ആഴ്ചകൾക്ക് ശേഷം യെരുശലേമിൽ തന്നെ പത്രോസ് പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തിരസ്കരിക്കുകയാണെങ്കിൽ അത് യെരുശലേമിൽ വെച്ച് തന്നെ പത്രോസ് ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ ചെയ്യണമായിരുന്നു. കാരണം യേശുവിൻ്റെ കല്ലറയിൽ തൻ്റെ ശരീരമുണ്ട് എന്ന് അവർക്ക് വിളിച്ചുകൊണ്ടുപോയി കാണിക്കാമായിരുന്നു. അത് കഴിഞ്ഞില്ല. കാരണം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ചരിത്ര സത്യമായിരുന്നു. അവർ പറഞ്ഞു, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങൾ സാക്ഷികളാണ്. അത് ശരിയാണ്, പത്രോസും യോഹന്നാനും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. എന്നാൽ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ, അവർക്കും ഇത് പറയാൻ സാധിക്കണം, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാണ്. എന്ന് വെച്ചാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കണ്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് നിമിത്തം നമ്മൾ ജീവൻ്റെ പുതുക്കത്തിലാണ് നടക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കി എന്ന് പറയാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത്. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ നിങ്ങൾക്ക്
പാപമോചനമുണ്ട് എന്നതാണ് യെരുശലേമിൽ അന്ന് പ്രസംഗിച്ച സന്ദേശം. എന്നാൽ അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ നിങ്ങൾ അറിയും പോലെ ഈ മുടന്തൻ സൗഖ്യമായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആദ്യം ഞാൻ പറഞ്ഞല്ലോ മുടന്തന് വിശ്വാസമില്ലായിരുന്നുവെന്ന്. ശരിയാണ്, മുടന്തന് പത്രോസും യോഹന്നാനും ഇവനെ സൗഖ്യമാക്കുമെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. എന്നാൽ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക, നടക്കുക എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ ആ വാക്ക് ആ മുടന്തൻ വിശ്വസിച്ചു. അവൻ കൈ നീട്ടി എഴുന്നേറ്റു. അവൻ പത്രോസും യോഹന്നാനും പറഞ്ഞ കാര്യം വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് സൗഖ്യം നൽകി. അപ്പോൾ ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുന്നു. അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നു. അപ്പോൾ സുവിശേഷം പറയാനുള്ള അവസരം തരുന്നത് ദൈവം, അത് കേൾക്കുവാൻ ആളുകളെ കൊണ്ടുതരുന്നതും ദൈവം. എന്നാൽ സുവിശേഷം പറയുവാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം തീർച്ചയായും അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിത്തരും. മാത്രമല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് സാക്ഷ്യം പറയണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് മറ്റുള്ളവരോട് പറയുന്നതാണ് കർത്താവിൻ്റെ സാക്ഷികൾ ആകുക എന്നതിൻ്റെ അർത്ഥം. അത് സത്യമായിരിക്കണം. എൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം മറ്റുള്ളവരോട് പറയണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.